ഹലോ സ്റ്റുഡൻസ്, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഊജെനസിസ്. ഈ ഊജെനസിസ് സ്പെമാറ്റോജെനസിസിൻ്റെ അതേ സ്റ്റെപ്സ് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചും കൂടെ ലെങ്തിയാണ്. അതുകൊണ്ട് സ്പെമാറ്റോജെനസിസ് നന്നായിട്ട് ഓർമ്മയുള്ളവർക്ക് മാത്രമേ ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. സ്പെമാറ്റോജെനസിസ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചതിന് ശേഷം ഈ ക്ലാസ് കേൾക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അപ്പം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങൾക്കറിയാം എന്താണ് ഊജെനസിസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ആൻഡ് മെച്ചുറേഷൻ ഓഫ് ഓവം ഇൻ ദ ഓവറി. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാഫിയൻ ഫോളിക്കിൾസ്. ഓവത്തിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ഗ്രാഫിയൻ ഫോളിക്കിൾസ്. പേരുകൾ കേട്ട് പേടിക്കേണ്ട, പേരുകളൊക്കെ ബൈഹാർട്ട് ചെയ്യണം. ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. പിന്നെ സ്പെമാറ്റോജെനസിസും ഊജെനസിസും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുട്ടി മെയിൽ ചൈൽഡ് ജനിച്ചതിന് ശേഷമാണ്. പക്ഷേ ഊജെനസിസ് ഒരു ഫീമെയിൽ ചൈൽഡ്, ഫീമെയിൽ ഫീറ്റസ് അതിൻ്റെ അമ്മയുടെ യൂട്രസിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിലെന്ത് സ്റ്റാർട്ട് ചെയ്യും? ഊജെനസിസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് സ്പെമാറ്റോജെനസിസും ഊജെനസിസും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത് ഒരു ഫീമെയിൽ ചൈൽഡ് ജനിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഓവറിയിൽ ഇഷ്ടം പോലെ ഓവം മദർ സെൽസ് അല്ലെങ്കിൽ ഊഗോണിയ ഉണ്ടാവും. ഒരു പെൺകുട്ടി ജനിച്ചതിന് ശേഷം അതിൻ്റെ ഓവറിൽ പിന്നെ പുതിയ ഊഗോണിയ ഫോം ചെയ്യുന്നില്ല. ജനിക്കുന്ന സമയത്തുള്ള ഊഗോണിയ തന്നെയാണ് പിന്നെ ഓരോന്നായിട്ട് മെച്ചുർ ആവുകയാണ് ചെയ്യുന്നത്. ഊഗോണിയ, അതായത് ഊജെനസിസിലും നമ്മൾ പഠിച്ച പോലെ തന്നെ സ്പെമാറ്റോജെനസിസിൽ പഠിച്ച പോലെ തന്നെ 3 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ് ആൻഡ് മെച്ചുറേഷൻ ഫേസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ഫേസും ഗ്രോത്ത് ഫേസും ഒക്കെ ഒരു ഫീമെയിൽ ഫീറ്റസ് അതിൻ്റെ അമ്മയുടെ യൂട്രസിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നടക്കും. ബാക്കി പ്രോസസ്സ് മാത്രമാണ് കുട്ടി ജനിച്ചതിന് ശേഷം നടക്കുന്നത്. അപ്പോൾ അത് മനസ്സിലുണ്ടാവണം. അപ്പോൾ ആദ്യം തന്നെ, അതായത് ഒരു ഫീമെയിൽ ഫീറ്റസ് ഒരു 25 വീക്ക് വളർച്ച എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അതിൽ ഊജെനസിസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ആദ്യം തന്നെ ഈ ഊഗോണിയ മൾട്ടിപ്ലൈ ചെയ്തിട്ട്, ഏത് ഡിവിഷനായിരുന്നു? മൈറ്റോട്ടിക് ഡിവിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരുപാട് സെൽസ് ഫോം ചെയ്യും. ഈ ഫേസിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്ന് പറയുക. പിന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടായിട്ടുള്ള പുതിയ ഊഗോണിയയിൽ നിന്ന് ചില സെൽസ് എന്ത് ചെയ്യും? നന്നായിട്ട് വലുതാവും. ആ സെൽസിനെയാണ് നമ്മൾ പ്രൈമറി ഊസൈറ്റ് എന്ന് പറയുക. സ്പെമാറ്റോജെനസിസിൽ നമ്മൾ പ്രൈമറി സ്പെമാറ്റോസൈറ്റ് എന്ന് പറഞ്ഞിരുന്നു. ഈ ഫേസാണ് ഗ്രോത്ത് ഫേസ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഓവം മദർ സെൽസ് അല്ലെങ്കിൽ ഊഗോണിയ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. ഇത് മൈറ്റോസിസ് ഡിവിഷനാണ്. നെക്സ്റ്റ് ഫേസ് ഗ്രോത്ത് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊഗോണിയെ, പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള ഊഗോണിയയിൽ ചില സെൽസ് നന്നായിട്ട് വലുതായിട്ട് പ്രൈമറി ഊസൈറ്റ് എന്ന് പറഞ്ഞ സെൽസായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്കറിയാം മെച്ചുറേഷൻ ഫേസ് ആണ്. മെച്ചുറേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് ഓഫ് മിയോസിസ് ആണ്. മിയോസിസ് വഴിയാണ് ക്രോമസോം നമ്പർ ഹാഫ് ആവുന്നത്. അപ്പം നെക്സ്റ്റ് മെച്ചുറേഷൻ ഫേസിലാണ് മിയോസിസ് നടക്കുന്നത്. ഈ മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിൽ 2 എണ്ണം ഉണ്ട്, മിയോസിസ് 1ഉം മിയോസിസ് 2ഉം. മിയോസിസ് 1 കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എന്ത് നടക്കുക? ക്രോമസോം നമ്പർ ഹാഫ് ആവുന്നത്. ഇനി ഈ മിയോസിസ് 1ൽ തന്നെ 4 ഫേസസ് ഉണ്ട്. പ്രൊഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1 ആൻഡ് ടീലോഫേസ് 1. അത് കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുക? മിയോസിസ് 2. ഇതൊക്കെ മനസ്സിൽ ഉണ്ടാവണം. അപ്പം ഈ ഊഗോണിയ പ്രൈമറി ഊസൈറ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലെന്ത് സ്റ്റാർട്ട് ചെയ്യും? മിയോസിസ് സ്റ്റാർട്ട് ചെയ്യും. മിയോസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട്
മിയോസിസ് 1-ലെ പ്രോഫേസ് 1 കഴിഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിലുള്ള ഊഗോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഫേസ് 1 കഴിഞ്ഞിട്ട് അവിടെ മിയോസിസ് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും. ബാക്കി പ്രോസസ്സ് നടക്കുന്നത് കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ഒരു ഫീമെയിൽ ചൈൽഡ് ജനിക്കുമ്പോൾ അതിൻ്റെ ഓവറിയിൽ പ്രൈമറി ഊസൈറ്റ്സ് ഉണ്ടാവും. ഈ പ്രൈമറി ഊസൈറ്റ്സിൻ്റെ ന്യൂക്ലിയസിൻ്റെ സ്ഥിതി എന്താണ്? അത് മിയോസിസ് 1-ലെ പ്രോഫേസ് 1 കഴിഞ്ഞിട്ട് അവിടെ അറസ്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ബാക്കി പ്രോസസ്സ് നടക്കുന്നത് കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. എന്നിട്ട് ഈ ഓരോ പ്രൈമറി ഊസൈറ്റിൻ്റെ ചുറ്റും കുറേ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസിൻ്റെ ഒരു ലെയർ കൊണ്ട് എന്ത് ചെയ്യും? ചുറ്റും. അപ്പോഴാണ് നമ്മൾ അതിനെ പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ ഓവത്തിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണിത്. പ്രൈമറി ഊസൈറ്റ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ ചുറ്റും കുറേ ഗ്രാനുലോസ സെൽസിൻ്റെ ഒരു കവറിങ് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കും. ദെൻ ഒരു കുട്ടി ജനിച്ചിട്ട് അത് പ്രായപൂർത്തിയാവുന്നതിൻ്റെ ഇടയിൽ ഈ ഒരുപാട് പ്രൈമറി ഫോളിക്കിൾസ് നശിച്ചു പോവും. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി പ്രായപൂർത്തിയാവുമ്പം ഏകദേശം 60,000 to 80,000 പ്രൈമറി ഫോളിക്കിൾസാണ് ഓരോ ഓവറിയിലും ഉണ്ടാവുക. അതിനുശേഷം കുട്ടി ജനിച്ചതിന് ശേഷം ഈ പ്രൈമറി ഫോളിക്കിൾസ് വീണ്ടും ഗ്രാനുലോസ സെൽസിൻ്റെ ലെയർ കൊണ്ട് കവർ ചെയ്യപ്പെടും. എൻ്റെ ഒരു പുതിയ കവറിങ്ങും വരും അതിൻ്റെ മേലെ. അതിനെയാണ് തീക്ക എന്ന് പറയുന്നത്, ടു ഫോം ദ സെക്കൻഡറി ഫോളിക്കിൾ. അതായത് ഈ പ്രൈമറി ഫോളിക്കിളിൻ്റെ ചുറ്റും പുതിയ കവറിങ് ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസും തീക്ക എന്ന് പറഞ്ഞാൽ പുതിയ കവറിങ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കും. ഈ സെക്കൻഡറി ഫോളിക്കിൾ പിന്നെ ടേർഷ്യറി ഫോളിക്കിളായിട്ട് മാറും. ടേർഷ്യറി ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ ടേർഷ്യറി ഫോളിക്കിളിൻ്റെ ചുറ്റും 3 ലെയേഴ്സ് ഓഫ് കവറിങ് ഉണ്ടാവും ഗ്രാനുലോസ സെൽസിൻ്റെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും, അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് കാവിറ്റി കാണാം, വിച്ച് ഈസ് കോൾഡ് ആൻഡ്രം. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള തീക്ക, അതിൻ്റെ ഔട്ടർ കവറിങ്ങിനെ നമുക്ക് 2 ലെയറായിട്ട് ഡിവൈഡ് ചെയ്യാം. തീക്ക ഇൻറ്റേർണ ആൻഡ് തീക്ക എക്സ്റ്റേർണ. ഒന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. ഇപ്പം എന്താ നടന്നതെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ അതിൻ്റെ ഓവറിയിൽ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടാവും. ഈ പ്രൈമറി ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഊസൈറ്റ് തന്നെയാണ്, പക്ഷെ അതിൽ എവിടെ എത്തിയിട്ടുണ്ടാവും ഡിവിഷൻ? മിയോസിസ് 1-ലെ പ്രോഫേസ് 1 കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് സെല്ലിൻ്റെ ന്യൂക്ലിയസ്. അപ്പം അതിൻ്റെ ചുറ്റും ഈ ഗ്രാനുലോസ സെൽസിൻ്റെ കവറിങ് വരുന്നതിനനുസരിച്ച് ആദ്യം നമ്മൾ അതിനെ പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കും. ഒരു ലെയറും കൂടെ കവറിങ് വരുമ്പം സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കും. മൂന്നാമത്തെ സ്റ്റേജാണ് ടേർഷ്യറി ഫോളിക്കിൾ. ഈ ടേർഷ്യറി ഫോളിക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഫ്ലൂയിഡ് ഫിൽഡ് കാവിറ്റി കാണാം, വിച്ച് ഈസ് കോൾഡ് ആൻഡ്രം. ഇനി ഈ ടേർഷ്യറി ഫോളിക്കിൾ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു പ്രൈമറി ഊസൈറ്റ്, അതായത് കുട്ടി ജനിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പ്രൈമറി ഊസൈറ്റിൻ്റെ സൈസ് വലുതാവും. എന്നിട്ട് അത് എന്ത് കംപ്ലീറ്റ് ചെയ്യും? ഫസ്റ്റ് മിയോസിസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്നത് കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. ഫസ്റ്റ് മിയോസിസ് നടന്ന് നിൽക്കുന്ന പ്രൈമറി ഊസൈറ്റിൻ്റെ ന്യൂക്ലിയസ് അതിൻ്റെ ബാക്കി ഡിവിഷൻ, അതായത് മിയോസിസ് 1 കംപ്ലീറ്റ് ചെയ്യുന്നത് കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദ പ്രൈമറി ഊസൈറ്റ് വിത്തിൻ ദ ടെർഷ്യറി ഫോളിക്കിൾ ഗ്രോസ് ഇൻ സൈസ് and undergoes first unequal meiotic division to form a large haploid secondary oocyte and the first polar body. അപ്പം സ്പെർമാറ്റോജെനിസിസും ഇതുമായിട്ട് ഇവിടെയും വ്യത്യാസമുണ്ട്. സ്പെർമാറ്റോജെനിസിസിൽ നമുക്ക് ഫസ്റ്റ് മിയോസിസ് കഴിഞ്ഞപ്പോൾ 2 ഈക്വൽ സെൽസിനെയാണ് കിട്ടിയത്. പക്ഷേ ഊജെനിസിസിൽ ഫസ്റ്റ് മിയോസിസ് എന്ന് പറഞ്ഞാൽ ഒരു അൺഈക്വൽ ഡിവിഷനാണ്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മിയോസിസ് കഴിഞ്ഞിട്ടുണ്ടാവുന്നത് 2 അൺഈക്വൽ സെൽസാണ്. ഒന്ന് ഒരു ലാർജ് ഹാപ്ലോയിഡ് സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയും. അവിടെ നമ്മൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറഞ്ഞു. ഇനി അവിടെ 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഒരു ഹാപ്ലോയിഡ് സെക്കൻഡറി ഊസൈറ്റാണ് ഉണ്ടാവുന്നത്. പിന്നെ
രണ്ടാമത്തെ ചെറിയ സെൽ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഫസ്റ്റ് പോളാർ ബോഡി എന്ന് വിളിക്കും. ആ ഫസ്റ്റ് പോളാർ ബോഡിക്ക് പിന്നെ ഫങ്ഷനൊന്നുമില്ല, അത് ക്രമേണ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ സെക്കൻഡറി ഊസൈറ്റിലാണ് ന്യൂട്രിയൻസൊക്കെ നിറഞ്ഞിട്ടുള്ള സൈറ്റോപ്ലാസം ഒക്കെ ഉണ്ടാവുക സെക്കൻഡറി ഊസൈറ്റിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഫസ്റ്റ് പോളാർ ബോഡിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. എന്തായാലും അതിന് പിന്നെ ഊജെനസിസിൽ ഫങ്ഷനൊന്നുമില്ല. അപ്പോൾ ഈ ഹാപ്ലോയിഡ് സെക്കൻഡറി ഊസൈറ്റാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? ഓവമായിട്ട് മാറുന്നത്. ഈ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ടെർഷ്യറി ഫോളിക്കിൾ പിന്നെ എന്തായിട്ട് മാറും? മെച്വർ ഫോളിക്കിൾ ഓർ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. അതായത് അപ്പോഴാണ് നമ്മൾ അതിനെ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഈ സെക്കൻഡറി ഊസൈറ്റ്, അതിൻ്റെ ചുറ്റും സോണ പെലുസിഡ എന്ന് പറഞ്ഞ പുതിയൊരു കവറിങ് വരും. അതിനുശേഷം ഈ ഔട്ടർ കവറിങ് ആയ ഗ്രാഫിയൻ ഫോളിക്കിള് പൊട്ടിയിട്ട് ഈ സെക്കൻഡറി ഊസൈറ്റ് അല്ലെങ്കിൽ ഓവത്തിനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഓവം റിലീസ്ഡ് ആയി എന്ന് പറയുന്നു. പക്ഷേ ഈ ഓവത്തിലെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അത് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. എവിടെ എത്തിയിട്ടേ ഉള്ളൂ? ഫസ്റ്റ് മിയോസിസ് കംപ്ലീറ്റ് ആയി നിൽക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ മിയോസിസ് 2 കംപ്ലീറ്റ് ആവുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? മിയോസിസ് 2. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, കുട്ടി ജനിക്കുന്ന സമയത്ത് ഏതവസ്ഥയിലാണ് ഉണ്ടാവുക? മിയോസിസ് 1ൻ്റെ പ്രോഫേസ് 1 സ്റ്റേജിൽ അറസ്റ്റ് ചെയ്ത സെൽസാണ് ഊഗോണിയ. അത് കഴിഞ്ഞ് ഓവുലേഷൻ ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യാനാവുമ്പോഴത്തേക്ക് എന്താവും? ഈ ഫസ്റ്റ് മിയോസിസ് കംപ്ലീറ്റ് ചെയ്യും. ഫസ്റ്റ് മിയോസിസ് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവുന്ന സെൽസിനെയാണ് നമ്മൾ സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയുക. സ്പെർമാറ്റോജെനസിസിലാണെങ്കിൽ 2 ഈക്വൽ സെൽസ് ഫോം ചെയ്യും. ഇവിടെ ഫസ്റ്റ് മിയോസിസ് കഴിയുമ്പം 2 അൺഈക്വൽ സെൽസാണ് ഉണ്ടാവുന്നത്, ഒരു വലിയ സെല്ലും ഒരു ചെറിയ സെല്ലും. ഈ വലിയ സെല്ലിലാണ് പ്രൈമറി ഊസൈറ്റിൻ്റെ മേജർ സൈറ്റോപ്ലാസം ഒക്കെ ഉണ്ടാവുക. അത് ഓവമായിട്ട് മാറും, മറ്റത് ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതതിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. ആദ്യം ഊഗോണിയ 2N ആണ്, പ്രൈമറി ഊസൈറ്റും 2N ആണ്. സെക്കൻഡറി ഊസൈറ്റ് നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് മിയോസിസ് നടന്നു കഴിയുമ്പം ശരിക്കും N ആവേണ്ടതാണ്. പക്ഷേ അതിൽ ഇവിടെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? N ആവുന്നുണ്ട്, പക്ഷേ 2 ഈക്വൽ സെൽസ് അല്ല, 2 അൺഈക്വൽ സെൽസാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പോളാർ ബോഡീനെ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഡിവിഷൻ കാണിക്കേണ്ടത് എവിടെയാണ്? സെക്കൻഡറി ഊസൈറ്റാണ് പിന്നെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓവം റിലീസ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കണം, ഇത് സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലായിരിക്കും. അത് ഫർദർ മിയോസിസ് 2 നടക്കണമെങ്കിൽ ആ ഓവം സ്പേമുമായിട്ട് ഫെർട്ടിലൈസ്ഡ് ആവണം. ഇത്രയും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ഇതൊന്ന് നോക്കുക. ഊഗോണിയ 2N ഡിപ്ലോയിഡ് ആണ്. അത് കഴിഞ്ഞ് പ്രൈമറി ഊസൈറ്റ് ആവും, പ്രൈമറി ഊസൈറ്റ് സെക്കൻഡറി ഊസൈറ്റ് ആവും. അവിടെ വരെയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് നടക്കണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അത് ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ആ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ നിർബന്ധമായിട്ടും നോട്ട്ബുക്കിലേക്ക് വരച്ചിരിക്കണം. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ. സമയമെടുത്ത് തന്നെ ഇരുന്നിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. എനിക്കറിയാം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്. സംശയമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാം. നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രമിച്ച് നോക്കുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.